എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് കുളിച്ചു. അപ്പം പിന്നെ രാവിലെ വിളക്ക് കത്തിച്ചേക്കാമെന്ന് വിചാരിച്ചു. എന്നും ഒന്നും രാവിലെ കത്തിക്കത്തില്ല, വൈകുന്നേരം മാത്രമേ കത്തിക്കാറുള്ളൂ. പിന്നെ രാവിലെ എണീറ്റ് കുളിച്ചുകൊണ്ടാണ് ഇന്ന് കത്തിച്ചേക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് നേരെ അടുക്കളയിട്ട് വരുമ്പം ചേട്ടൻ പാൽ തിളപ്പിക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം പാലൊക്കെ തിളയ്ക്കാറായി. അപ്പം നമ്മൾ ചായ ഇട്ട് കുടിച്ചിട്ട് അങ്ങോട്ട് നല്ല ഊർജ്ജസ്വലമായിട്ട് ജോലികൾ തുടരാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം പാലൊക്കെ തിളപ്പിച്ച് മാറ്റി വെച്ചതിന് ശേഷമാണ് പിന്നെ വെള്ളം വെച്ച് തിളപ്പിച്ച് അതിനകത്തോട്ട് തേയിലയും പാലും ഒഴിച്ചെടുക്കുകയാണ് പതിവ്. പിന്നെ നമുക്ക് ഇന്നും പൂരിയും കിഴങ്ങറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ട്, കുരുമുളക് പൊടിയുണ്ട്, ഏലക്കായും കറുവാപ്പട്ട എടുത്ത് വെച്ചിട്ടുണ്ട്, ഉള്ളിയുണ്ട്, എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ചായക്കുള്ള വെള്ളം ഏകദേശം തിളച്ച് വന്നു. അപ്പോൾ ഒരു ചായ കുടിച്ചിട്ടാകാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ നേരെ ചട്ടിയൊക്കെ അടുപ്പിലോട്ട് വെച്ച് നമ്മൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഈ രീതിയിലാണ് ഇവിടെ എന്നും കിഴങ്ങറി ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. ഇറച്ചിക്കറി വെക്കുന്ന പോലെ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ആ എടുത്ത് വെച്ചിരുന്ന ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, കറുവാപ്പട്ട, ഏലക്ക ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മുളകും ഇതെല്ലാം കൂടെ വറുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് സൈഡിലോട്ട് നീക്കിയിട്ട് നമ്മൾ ഉള്ളി ഇട്ട് വഴറ്റുന്നുണ്ട്. ഉള്ളി ഇട്ട് വഴറ്റി ഏകദേശം അത് നല്ല പോലൊന്ന് വഴന്ന് വരുമ്പോഴത്തേനും നമ്മൾ പൊടിയെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് ചൂടായി അതിൻ്റെ ആ പച്ച മണം മാറുന്നിടം വരെ ഒന്ന് ചൂടാക്കിയ ശേഷം ആവശ്യത്തിന് നമ്മൾ പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക ചെയ്യുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇപ്പം മസാലപ്പൊടി പറ്റുന്നില്ലെന്നുണ്ടപ്പോൾ ഇച്ചിരി ഇട്ട് കൊടുത്താണ് പിന്നെ ശകലം താഴെയും പോയി. അപ്പോൾ അത് കണക്കാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ അങ്ങനെ പൊടിയൊക്കെ ഏകദേശം ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തു. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ കിടന്നൊന്ന് തിളയ്ക്കുമ്പോഴത്തേനുമാണ് പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന കിഴങ്ങും ഒരു സവോള അതിനകത്ത് നമ്മൾ എടുത്തിട്ടുണ്ട് കിഴങ്ങിൻ്റെ കൂടത്തിൽ, അതും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിതുപോലെയാണ് ഇവിടെ കറി വയ്ക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എനിക്കറിയില്ല. അപ്പം ഇന്ന് നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ പൂരിയും നല്ല കിഴങ്ങ് കറിയുമാണ്. പക്ഷെ ഞാൻ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര എരിവാണെന്ന് എനിക്ക് തോന്നിയത്. കാരണം ഇതെല്ലാം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഈ കുരുമുളകിൻ്റെ പൊടിയും മുളക് പൊടി ഇതിൻ്റെ എല്ലാം കൂടെ ഭയങ്കര എരിവായിപ്പോയെന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ നമ്മളുണ്ട് കിഴങ്ങൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇത്ര എരിവൊന്നും ചിലപ്പം പിടിച്ചെന്ന് വരത്തില്ല. അപ്പോൾ എരിവ് എല്ലാവരും കുറച്ച് ഇട്ടാൽ മതി, മുളക് പൊടിയൊക്കെ. അപ്പം ഞാൻ പിന്നെ ഇതിനകത്തോട്ട് തേങ്ങാപ്പാലൊക്കെ ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെ കറി റെഡിയായതിന് ശേഷം തന്നെ നമ്മൾ പൂരിക്കുള്ളതൊക്കെ പരത്തിച്ചിട്ടുണ്ട്. വലിയ ഷേപ്പിലൊന്നുമല്ല നമ്മൾ പരത്തിയിരിക്കുന്നത്. ഞാൻ നേരത്തെ തന്നെ ഒരു പാത്രത്തിൻ്റെ അടപ്പ് എടുത്തിട്ട് ഇങ്ങനെ ചപ്പാത്തി എടുത്തിട്ട് മുറിച്ചെടുക്കുമായിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് എനിക്ക് മാത്രം മതിയല്ലോ എന്ന് വെച്ചാൽ അതൊന്നും നമ്മൾ ചെയ്യാൻ പോയില്ല. പിന്നെ നമ്മൾ പൂരി ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പം അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ കിഴങ്ങറി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കിഴങ്ങൊക്കെ. അതുകൊണ്ട് പൂരി നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുത്തു. പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിരിക്കുന്നതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടപ്പോൾ എനിക്ക് തോന്നി ഭയങ്കര എരിവാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതുപോലെ തന്നെ നല്ല എരിവാണ്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അത് വലിയ കുറവൊന്നും കാണുന്നില്ല. അപ്പം ഞാൻ ഇച്ചിരി കൂടെ പിന്നെ വീണ്ടും എടുത്ത് ഒഴിച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പൂരിയും കിഴങ്ങറി റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തുടങ്ങാം. അപ്പം നല്ല ടേസ്റ്റൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ചായയും ഉണ്ടായിരുന്നു. നമ്മൾ രാവിലെ ഒരു ചായ കുടിക്കുന്നത് കൂടാതെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഇവിടെ ചായ പതിവാണ്. അപ്പോൾ അതും ചായ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ചു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതിന് ശേഷം നമ്മൾ വീണ്ടും അടുക്കളയിൽ കയറി ഉച്ചക്കത്തേനുള്ളതൊക്കെ ആക്കാൻ കയറി. ആദ്യം നമ്മൾ അടുപ്പയിൽ തീ കത്തിച്ചിട്ട് നമ്മൾ കുടിക്കാനുള്ള വെള്ളമാണ് ആദ്യം. പിന്നെ നമ്മൾ അരിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അത് മാറ്റിയതിന് ശേഷം അങ്ങനെ പിന്നെ നമുക്ക് ഇന്നലത്തെ ചോറ് ഇരിപ്പുണ്ടായിരുന്നു വെച്ച് വറുക്കാനായിട്ട്. അത് വെച്ച് വറുത്ത് നമ്മളിന്ന് ഉച്ചയ്ക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇന്ന് ചോറൊക്കെ വിളമ്പി. അപ്പം രാവിലത്തെ നല്ല കിഴങ്ങറി ഇരിപ്പിലാണ്, അതും കൂട്ടി. പിന്നെ ഇന്നലത്തെ കൂമ്പ് തോരൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അതും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ വേറെ ഓരോ കറികളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, നമ്മളതൊന്നും എടുത്തില്ല. കടുമാങ്ങ അച്ചാറുണ്ടായിരുന്നു, തൈരുണ്ടായിരുന്നു, അതൊന്നും നമ്മൾ എടുത്തില്ല. അപ്പോൾ ഇത് നല്ല എരിവുള്ളൊരു കറിയായിരുന്നു. നമ്മളത് കൂട്ടി ചോറുണ്ണാമെന്ന് വെച്ചു. ഇങ്ങനെ രാവിലത്തെ കറികൾ കൂട്ടി ഉച്ചയ്ക്ക് ചോറുണ്ണുന്നവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ട്, ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മെസ്സേജും കമൻറ്റും ഇടാൻ മറക്കല്ലേ.
അപ്പോൾ ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ, നിങ്ങൾക്കെല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണും വരെ ബായ്.